നിങ്ങളുടെ കൂടെയുള്ള പാർട്ണർ നിങ്ങളോട് എത്രത്തോളം സിൻസിയറാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അറിയണോ? എന്നെ ഒന്ന് ഫോളോ ചെയ്യ്. യെസ്, നിങ്ങൾ അടുത്തുള്ള സമയത്തിൽ അവർ നിങ്ങളുടെ അടുത്തുള്ള സമയത്ത് അവരുടെ ഫോണിൽ തരാൻ പറയണം. ലോക്കൊക്കെ മാറ്റി അവരുടെ ഈ പറയുന്ന ഇൻസ്റ്റയും അതുപോലെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഈ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മെസ്സഞ്ചർ, അതൊക്കെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് കാണണമെന്ന് പറയണം, കാണിക്കാൻ പറയണം. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാർട്ണറാണായാലും പെണ്ണായാലും നിങ്ങൾ കാണിക്കാൻ പറയുമ്പോൾ അവർ സധൈര്യം നിങ്ങളുടെ കയ്യിലെടുത്ത് തരും. തന്നില്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് അവർ പറയുന്ന ഡയലോഗ് ഉണ്ട്, എൻ്റെ പ്രൈവസി അല്ലേ, നിൻ്റെ ഫോൺ ഞാൻ നോക്കുന്നില്ലല്ലോ, എൻ്റെ ഫോൺ നീ എന്തിനു നോക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉടായിപ്പാ കേട്ടോ. അതിനിയെങ്കിലും മനസ്സിലാക്കിക്കോ. കാരണം ഡെയിലി ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന്. എപ്പോഴും പഠിച്ച് മേടിക്കും ഫോൺ. ഞാൻ ഇതുപോലെ പലതും പറയും, ഇടീ നിൻ്റെ പ്രൈവസി ഞാൻ ഇടപെടുന്നില്ല, എൻ്റെ പ്രൈവസി നീ ഇടപെടേണ്ട കാര്യമില്ല, നിനക്ക് സംശയമാണ്. അവൾ പറയും സംശയം ആയിക്കോട്ടെ, ഫോണിങ്ങെട് എന്നിട്ട് മേടിച്ചിട്ട് എനിക്ക് എന്താ പ്രശ്നമാണ്. പ്രേമിക്കാൻ അവൾ സമ്മതിക്കത്തില്ല. ഒന്ന് പോകുന്നു, ഞാൻ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ അനുഭവിക്കണം. നീ എല്ലാം അനുഭവിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ, എല്ലാം എണ്ണം പെടണം.